നസ്രം വിജയ് തമിഴ്നാട്ടിലെ കെജ്രിവാളാണ്. എന്താണോ ഡൽഹിയിൽ കെജ്രിവാൾ ചെയ്തത് അതൊക്കെ തന്നെയാണ് വിജയ് തമിഴ്നാട്ടിൽ ചെയ്യുന്നത്. ആകെയുള്ള വ്യത്യാസം കെജ്രിവാൾ ഒരു സമ്പന്നനായിരുന്നില്ല, ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അഴിമതി അടക്കമുള്ള ഒത്തിരി കാര്യങ്ങൾ കെജ്രിവാളിൻ്റെ മേൽ ചുമത്താൻ എളുപ്പമായിരുന്നു. വിജയ് അതിസമ്പന്നനാണ്. 500 കോടിയിലധികം രൂപയാണ് തൻ്റെ ഔദ്യോഗിക സ്വത്തായി രേഖപ്പെടുത്തിയത്. വിജയ്ക്ക് ഇനി നാട്ടുകാരെ പറ്റിച്ച് സർക്കാർ ഖജനാവിൽ നിന്ന് മോഷ്ടിച്ച് പണമുണ്ടാക്കേണ്ട കാര്യമില്ല. സിനിമയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് വിജയ് സിനിമ വേണ്ടെന്ന് വെച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങുന്നത്. വിജയുടെ വരവ് എല്ലാവരും ഇകഴ്ത്തി കണ്ടു. വിജയ് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പലരും കരുതി. വിജയുടെ വരവ് തടയാൻ DMK സർക്കാർ പരമാവധി ദ്രോഹം ചെയ്തു. വിജയ് പ്ലാൻ ചെയ്തതുപോലെ യോഗങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. വിജയ് പ്ലാൻ ചെയ്തതുപോലെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും വിജയ് മുഖ്യമന്ത്രിയായി. തമിഴകം വിജയ്ക്കൊപ്പം നിന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് സ്റ്റാലിനും DMKയുമായിരുന്നു. സ്റ്റാലിൻ പോലും തോറ്റു വീട്ടിലിരുന്നു. ഭാഗ്യത്തിന് മകൻ ഉദയനിധി ജയിച്ചതുകൊണ്ട് പ്രതിപക്ഷ നേതാവായി. അതിനിടയിൽ വിജയിയെ അകറ്റി നിർത്താൻ വേണ്ടി DMKയും അണ്ണാ DMKയും തമ്മിൽ സഖ്യ ചർച്ച നടത്തി. പക്ഷേ ബുദ്ധിപരമായ നീക്കത്തിലൂടെ അണ്ണാ DMK പിളർത്തി വിജയ് ഭൂരിപക്ഷം ഉറപ്പിച്ചു. കോൺഗ്രസിനും CPMനും ലീഗിനുമൊക്കെ DMK തള്ളിപ്പറഞ്ഞ് വിജയിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടി വന്നു. 6 മാസം ഞങ്ങൾ കാത്തിരിക്കും, പിന്നെ ആയുധമെടുക്കും എന്ന് പറഞ്ഞ് സ്റ്റാലിൻ തിരശ്ശീലയിലേക്ക് മറിഞ്ഞു. പക്ഷെ വിജയ് എല്ലാവരുടെയും പ്രതീക്ഷയെ അട്ടിമറിച്ചു. വിജയിയുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ജനങ്ങൾക്കിടയിൽ കയ്യടി നേടി. ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാത്ത വിധത്തിൽ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച അമ്മയെ വിളിച്ചു പറഞ്ഞു, എങ്ങനെയാണോ ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടത് അതുപോലെ പീഡിപ്പിച്ചവനും പീഡിപ്പിക്കപ്പെടുമെന്ന്. ഇത് ജനങ്ങൾക്കിടയിൽ ഹീറോ പരിവേഷമുണ്ടാക്കി. നിയമപരമായി അത് സാധിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യം. എന്നിട്ട് എന്തുണ്ടായി? ഏറ്റുമുട്ടലിലൂടെ ആ ഭീകരനെ തീർത്ത് കളഞ്ഞു. ഞൊടിയിടയിൽ വിജയിയുടെ താരമൂല്യമുയർന്നു. വിജയിയുടെ സ്ഥാനാർത്ഥികൾ ഓട്ടോറിക്ഷക്കാരും കൂലിപ്പണിക്കാരും മുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ വരെയുണ്ട്. പ്രഗത്ഭരായ പലരും വിജയ് മന്ത്രിസഭയിൽ അംഗങ്ങളായി. അതിശക്തമായ ഭരണപരിഷ്കാരങ്ങൾ വിജയ് നടത്തുന്നു. ഭരണപരിചയം ഇല്ല എന്ന് പലരും പറയുമ്പോൾ വിജയ് ഈ ഭരണത്തെ കാണുന്നത് ഒരു കോർപ്പറേറ്റ് ഭരണരീതിയിലാണ്. IIM അടക്കമുള്ള മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ച് മൾട്ടിനാഷണൽ കമ്പനികളിൽ സേവനമനുഷ്ഠിക്കുന്ന മാനേജ്മെൻറ്റ് വിദഗ്ധന്മാരെയാണ് വിജയ് ഇറക്കിയിരിക്കുന്നത്. മിക്ക മന്ത്രിമാരുടെയും ഓഫീസ് പ്രവർത്തിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെ കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പോലെയാണ്. എല്ലാ കാര്യങ്ങൾക്കും അടുക്കും ചിട്ടയുമുണ്ട്. മന്ത്രിമാർ വെറും സാധുക്കളാണെങ്കിലും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ കൂടെ നിർത്തുന്നതുകൊണ്ട് അസാധാരണമായ നേട്ടങ്ങളാണ് കൊയ്തു വരുന്നത്. തിരുച്ചിറപ്പള്ളി സീറ്റിൽ നിന്നും രാജിവെച്ച വിജയ് അവിടേക്ക് ഇന്നലെ എത്തിയത് വലിയ ആരവങ്ങളോടെയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ വിജയ് പറയുന്നത് കേൾക്കാൻ തടിച്ചുകൂടി. അവരോട് വിജയ് എണ്ണി തൻ്റെ എതിരാളികളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു. താൻ മുഖ്യമന്ത്രിയല്ല, മുഖ്യ സേവകനാണ് എന്ന് പറഞ്ഞ് വിജയ് കത്തിക്കയറുകയായിരുന്നു. இத்தனை வருஷமா மாத்தி மாத்தி உங்களை ஏமாத்திக்கிட்டு இருந்த இந்த 2 பேரையும் வேண்டாம்னு சொல்லி ஒதுக்கிட்டு உங்களுக்காக உண்மையா உழைக்க வந்த உங்க விஜய, உங்க அன்பன, உங்க நம்பிய 10 മിനിറ്റോളം മാത്രം നീണ്ടുനിന്ന പ്രസംഗം. പക്ഷെ വിജയ് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കയ്യിലെടുത്തു. വെള്ളിത്തിരയിൽ കാണുന്ന അതേ പ്രതാപത്തോടെ വിജയ് ഇന്നലെ തിരുച്ചിറപ്പള്ളിയിൽ നിറഞ്ഞാടി. ഞാൻ കോട്ടിട്ടാൽ പോലും കുഴപ്പം, എന്താ എനിക്ക് കോട്ടും സ്യൂട്ടും ധരിച്ചുകൂടെ? ഞാൻ കറുപ്പും വെളുപ്പും തിരഞ്ഞെടുത്തത് ബോധപൂർവമാണ്. നമ്മുടെ മനസ്സിൻ്റെ നിറമാണത്. കറുപ്പും വെളുപ്പിലും ഞാൻ പ്രത്യക്ഷപ്പെടും. ഞാനത് ശരിയാക്കും. എൻ്റെ ലക്ഷ്യം ഈ നാട്ടിലെ പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. അത് ഞാൻ പരിഹരിച്ചിരിക്കും. അതിന് എന്തെല്ലാം തടസ്സമുണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. 6 മാസം മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞവർ 6 ദിവസം പോലും മിണ്ടാതിരുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വിമർശനം തുടങ്ങി. നിങ്ങൾ വിമർശിച്ചോളൂ, അത് നിങ്ങളുടെ തൊഴിൽ. പക്ഷേ പാവപ്പെട്ട മനുഷ്യർക്ക് നന്മ ചെയ്യാനുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ പിന്നോട്ടില്ല എന്ന് വിജയ് പറഞ്ഞപ്പോൾ നിർത്താത്ത ഖരഘോഷമായിരുന്നു. വിജയ് ആരാധകർ കണ്ണീർ പൊഴിക്കുകയായിരുന്നു. അവർക്കൊരു രക്ഷകനെ കിട്ടി എന്ന ആത്മവിശ്വാസം അവരുടെയൊക്കെ മുഖത്തുണ്ട്. വിജയ് എന്ന സിനിമാ താരം വാസ്തവത്തിൽ രക്ഷകനായി തമിഴ് ജനതയുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു. വിജയ്ക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പ്രവർത്തിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർ തെറ്റുതിരുത്തുകയാണ്. വിജയ് ഒന്നാന്തരം പ്രസംഗം നടത്തുന്നു. വിജയുടെ പ്രസംഗം ചാട്ടുളി പോലെ എതിരാളികളുടെ നെഞ്ചു കയറുന്നു. വിജയുടെ ഇടപെടലുകൾ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസത്തിൻ്റെ കണ്ണീർ സമ്മാനിക്കുന്നു.
വിജയ് എവിടെ ചെന്നാലും ഒരു വിജയ് ടച്ച് ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ തന്നെ ഓഫീസിലെത്തും, ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിക്കും, പിന്നെ കുറച്ചു നേരം ഉറക്കമാണ്. അത് കഴിഞ്ഞ് വിജയ് വീണ്ടും ഭരണം തുടരും. ഏത് മനുഷ്യർക്കും അവൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ ഓഫീസ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ലിഫ്റ്റ് ഓപ്പറേറ്റർമാരടക്കം സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരെ മാറ്റി വിശ്വസ്തരെ നിയോഗിച്ചിരിക്കുന്നു. സാധാരണ മനുഷ്യർക്കിടയിലേക്ക് വിജയ് കടന്നു കയറുകയാണ്. വിജയെ കുറ്റം പറഞ്ഞവർ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിജയ് എന്നെ CM എന്ന് വിളിക്കണം, വിജയ് എന്ന് വിളിക്കരുത് എന്ന ഒരു വാർത്തയായിരുന്നു ഇടയ്ക്കുണ്ടായത്. ഏതൊരു ചാനലിനെ പൂട്ടിച്ചു, മാധ്യമ സ്വാതന്ത്ര്യമില്ല, മാധ്യമ വേട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ചില രംഗത്ത് വന്നു. അത്തരം വിമർശനങ്ങൾക്കൊന്നും വിജയ് മറുപടി പോലും പറയുന്നില്ല. ഇനി വിജയുടെ ലക്ഷ്യം അടുത്ത ഉപതെരഞ്ഞെടുപ്പാണ്. അണ്ണാഡിയങ്ക വിട്ട് വിജയ്ക്ക് പിന്തുണ കൊടുത്ത MLA മാർ രാജിവെച്ചെടുത്ത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കും. ഒരൊറ്റ സീറ്റിൽ പോലും ഡിയങ്കയ്ക്കോ അണ്ണാഡിയങ്കയ്ക്കോ ജയിക്കാൻ കഴിയില്ല. ആ സീറ്റൊക്കെ പിടിച്ചെടുത്ത് TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പുതിയ തേരോട്ടത്തിന് തുടക്കമിടും. അതുകൊണ്ടാണ് വിജയ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇവിടെ 2 രാഷ്ട്രീയ പാർട്ടികളു, DMKയും TVKയും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. അണ്ണാഡിയങ്കയെ നിലംപരിശാക്കിയിരിക്കുന്നു വിജയ്. അണ്ണാഡിയങ്കക്കാർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു. MLA സ്ഥാനം രാജിവെച്ച് TVKയുടെ ഭാഗമായാൽ അവിടെ മത്സരം നടക്കുമ്പോൾ TVK സ്ഥാനാർത്ഥികളാവാം. ഇതാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി. ഇപ്പോഴത്തെ തരംഗത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അത് വിജയ്ക്ക് അനുകൂലമാവും. നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. എന്നാൽ വിജയ് ശ്രമിക്കുന്നത് അണ്ണാഡിയങ്കയെ ശിഥിലമാക്കി അവരെയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക, തെരഞ്ഞെടുപ്പ് നടത്തുക, അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി TVK ആവുക എന്നതാണ്. അണ്ണാഡിയങ്കയുടെ പിന്തുണയല്ല, നേരെ മറിച്ച് അണ്ണാഡിയങ്കയെ തന്നെ TVK ലയിപ്പിക്കുകയാണ് വിജയുടെ ലക്ഷ്യം. കാരണം താൻ MGRന്റെയും ജയലളിതയുടെയും പിൻഗാമിയാണെന്ന് വിജയ് വിശ്വസിക്കുന്നു. അവരുടെ രാഷ്ട്രീയം തന്നെയാണ് വിജയുടെ രാഷ്ട്രീയവും. അതേസമയം കേന്ദ്രത്തോടോ രാജ്യത്തോടോ പകയില്ല. അങ്ങനെ DMKയ്ക്ക് ബദലായി ഒരു ന്യൂ ജനറേഷനും ദ്രാവിഡ രാഷ്ട്രീയവുമായി വിജയ് രംഗപ്രവേശം ചെയ്യുന്നു. അണ്ണാഡിയങ്ക എന്ന പാർട്ടി ഒലിച്ചു പോകുമെന്ന് തീർച്ച. പടിപടിയായി ആ പാർട്ടി നേതാക്കളും MLA മാരും ഒക്കെ TVKയുടെ ഭാഗമാവും. വിജയ് തമിഴകം ഭരിക്കും. ഇനി വിജയുടെ കാലമാണ്. വരാൻ പോകുന്ന 2 പതിറ്റാണ്ടെങ്കിലും തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രിയായി വിജയ് നാടുവാഴും. MGRന്റെ നേരവകാശിയായി തമിഴകം കീഴടക്കി മുന്നേറുകയാണ് C. ജോസഫ് വിജയ് എന്ന പുതിയ തമിഴ് മുഖ്യമന്ത്രി.